തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ പ്രതിരോധത്തിലായി ബി.ജെ.പി. സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ. കേന്ദ്രം നടത്തിയ ഓഡിറ്റിൽ 10 കോടിയിലധികം രൂപ തട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ കൊള്ള സമ്മതിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തിരിമറിക്കൂടെ പുറത്തുവരുമെന്ന ഭയത്തിലാണ് കേന്ദ്രം. അതേസമയം തട്ടിപ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നാണ് സംസ്ഥാന നേതാക്കൾക്കുള്ള കേന്ദ്രത്തിന്റെ താക്കീത്. തെരഞ്ഞെടുപ്പിനുള്ള കൊടിതോരണങ്ങൾ, മോദിയുടെ കട്ടൌട്ട്, നേതാക്കൾക്ക് താമസിക്കാനെടുത്ത സ്റ്റാർ ഹോട്ടലിലെ റൂം, പ്രചാരണത്തിനുള്ള വാഹനം, സ്ഥാനാർത്ഥികൾക്കുള്ള PR വർക്ക് എന്ന് തുടങ്ങി സകലതിലും തട്ടിപ്പാണ് കേരളത്തിലെ ബി.ജെ.പിയിൽ നടന്നത്. ആദ്യഘട്ടത്തിൽ 1.5 കോടിയുടെ തട്ടിപ്പാണ് പുറത്തുവന്നതെങ്കിൽ ഇപ്പോൾ അതിന്റെ ആഴമേറുകയാണ്. കേന്ദ്ര നേതൃത്വം നടത്തിയ ഓഡിറ്റിൽ 10 കോടിയിലധികം രൂപ വെട്ടിപ്പ് നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ വെട്ടിപ്പ് നടന്നതായി സമ്മതിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച ഫണ്ടിന്റെ കണക്കും തിരിമറിയും മാധ്യമങ്ങളിൽ വാർത്തയാകും. അതുകൊണ്ട് വെട്ടിപ്പ് വാർത്ത ഒതുക്കി തീർക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഫണ്ട് വെട്ടിപ്പിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന താക്കീത്. മാധ്യമങ്ങളെ കാണേണ്ട സാഹചര്യമുണ്ടായാൽ പ്രസിഡന്റ് പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല എന്ന മറുപടി മാത്രമേ നൽകാവൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ പോലീസ് സഹായിക്കുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. വാമനപുരത്തെ പലചരക്ക് വ്യാപാരിയുടെ GST നമ്പർ ഉപയോഗിച്ച ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി ഫണ്ട് തട്ടിയതിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നാണ് കടയുടമയുടെ പരാതി. ഫുഡ് ഐറ്റങ്ങളാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഈ കൊടിയുടെ ഇത് മാത്രമേ എനിക്കറിയാവൂ. എൻ്റെ വ്യാജ ഇത് ഉപയോഗിച്ചും കൊണ്ട് കൊടി വിറ്റതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ബില്ലേ അല്ല അത്. അപ്പം അത് വെച്ച് വെഞ്ഞാറമൂട് CIക്ക് മെനങ്ങാന്ന് വൈകിട്ട് 4:30 വെഞ്ഞാറമൂട് CIക്ക് പരാതി കൊടുത്തു. അതിൻ്റെ കോപ്പിയുണ്ട്, എൻ്റെ റെസിപ്റ്റും ഉണ്ട്, സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അപ്പം ഈ പരാതി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ആരാണ് എൻ്റെ കടയിൽ ഫ്രണ്ടിൽ പ്രദർശിപ്പിക്കുന്ന ബോർഡിൽ നിന്ന് ഈ നമ്പർ എടുത്തുകൊണ്ട് പോയത്, അത് ആരാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഈ കക്ഷികളെ എന്തായാലും ഈ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. പരാതി അന്വേഷിക്കണം. പരാതി ഒരു കാരണവശാലും ഞാൻ പരാതി പിൻവലിക്കത്തുമില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഫണ്ട് തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്തുവരുന്നതിലും നേതൃത്വം അതൃപ്തിയിലാണ്. അതേസമയം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ്. ആരോപണങ്ങൾക്കിടയിൽ നാളെ ചേരാനിരുന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗവും അനിശ്ചിതത്വത്തിലാണ്. രാജീവ് ചന്ദ്രശേഖർ വിദേശത്തുനിന്ന് മടങ്ങിയെത്താൻ വൈകുന്നതാണ് യോഗം മാറ്റിവെക്കാൻ കാരണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.